ഇന്റർനെറ്റിലെ അശ്ലീലതയെക്കുറിച്ചും ഒപ്പം നവമാധ്യമങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. ഇതേ സമയത്ത് തന്നെയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പരാമർശവും ഇന്ന് വലിയ വാർത്തയായിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയുടെ തുടർച്ചയായി നവമാധ്യമങ്ങൾ, അതിന്റെ ഉപയോഗവും ദുരുപയോഗവും, ആ വിഷയത്തിലാണ് ഇന്ന് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടം തുടരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ള താജുദ്ദീൻ സ്വലാഹിയാണ് ചേരുന്നത്. സ്വാഗതം ഈ ചർച്ചയിലേക്ക്. സന്തോഷം. ഈ ചർച്ചയുടെ തുടക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ നിന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അതെ അതെ, പറഞ്ഞോളൂ. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, ഈ രാജ്യത്ത്, പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തുള്ള ഈ മോശമായ സൈറ്റുകളൊന്നും നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മഹാസാഹിത്യങ്ങളിലും ചില മോശമായ ഉള്ളടക്കമുണ്ട്, അതെല്ലാം നിരോധിക്കേണ്ടി വരും. ഇങ്ങനെ കേന്ദ്ര സർക്കാർ പോലും ധർമ്മസങ്കടത്തിലായിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളെ ഏതു തരം ബോധത്തോടെ നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഏറുന്നത് എന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ താങ്കളുടെ നിരീക്ഷണം എന്താണ്? സോഷ്യൽ മീഡിയകളെ നാം ഏത് രീതിയിലാണ് കാണേണ്ടത്? കാരണം ഈ വിജ്ഞാനത്തിന്റെ മഹാസമുദ്രത്തിലേക്കും രതി സാമ്രാജ്യത്തിലേക്കും ഒക്കെ ഒരേ സമയം സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ സാധ്യതകളാണ് നവമാധ്യമങ്ങൾ, ഇന്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ തുറന്നിടുന്നത്. ഈ വിഷയത്തിൽ താങ്കളുടെ നിരീക്ഷണം എന്താണ്? തീർച്ചയായും വളരെ പ്രസക്തമായ, സാമൂഹികമായി ഏതെങ്കിലും ഒരു കോണിൽ മാത്രം ഉയരേണ്ട ഒരു ചർച്ചയല്ല ഇത്. ഇവിടുത്തെ മെയിൻ സ്ട്രീം ചർച്ചയായി വരേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 1957 അമേരിക്കയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് ജന്മമെടുക്കുന്നതും ഇവിടുത്തെ ഇൻഫർമേഷൻ ഹൈവേ എന്ന തരത്തിൽ അത് ഉണ്ടാകുന്നതും. ഇവിടെ ഒരു കത്തിയെ നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം എന്നതുപോലെ, പോസിറ്റീവായ നിലക്ക് ഉപയോഗിക്കാം, ഒരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കാം എന്നതുപോലെ ഇന്റർനെറ്റും അത്തരം ഒരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രണ്ട് നിലക്കുള്ള വഴികൾ ഇവിടെ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തത് ഭൗതികമായ സംവിധാനങ്ങളുടെ ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് തീർച്ചയായും ഫോൺ സൈറ്റുകളുടെ നിരോധനമടക്കമുള്ള കാര്യങ്ങൾ. അതിൽ എന്റെ പ്രതികരണം ഞാൻ എന്റെ ആദ്യത്തെ ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്തതിന്റെ ശേഷം തീർച്ചയായും ഞാൻ പ്രതികരിക്കും. രണ്ട് നിലക്കുള്ള നിയന്ത്രണങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന്, നമ്മുടെ വീട്ടിലെ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് നൽകൽ, അതല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സേഫ് സെർച്ച് പോലെയുള്ള ചില സംവിധാനങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടേണ്ടതും അതിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതും അത് കുടുംബങ്ങളിലേക്ക് പഠിപ്പിക്കേണ്ടതുമൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുന്നില്ല. യഥാർത്ഥത്തിൽ പാസ്വേഡുകൾ നൽകേണ്ടത് മനുഷ്യരുടെ മനസ്സുകൾക്കാണ്. എസ്പെഷ്യലി ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സുകൾക്ക് നമ്മൾ പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. ആ കുട്ടികളുടെ മനസ്സുകൾക്ക് നമ്മൾ സേഫ് സെർച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാൻ കഴിയുന്നിടത്ത് മാത്രമാണ് ഇത് സാധ്യമാവുക. കേവലമായ നിരോധനത്തിലൂടെ ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. നിങ്ങൾ ഒരു വഴി ഉപയോഗിച്ച് ഇത് നിരോധിച്ചാൽ മറ്റൊരു വഴി ഉപയോഗിച്ച് അത് തുറക്കുവാനുള്ള പദ്ധതികളും ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞു കൊടുക്കും. ഹൗ ഐ കാൻ ഓപ്പൺ ദി സൈറ്റ് എന്ന ചോദ്യത്തിന് നൂറുകണക്കിന് ഉത്തരങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മിനി കമ്പ്യൂട്ടറിൽ, അവന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെടും. ഇത്തരം ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പാസ്വേഡ് ഇടേണ്ടത്, നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്, നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തേണ്ടത്, പഠനങ്ങൾ നടത്തേണ്ടത് മാനസികമായ ഇടപെടലിന്റെ രംഗത്താണ്. തീർച്ചയായും മാനസികമായ ഇടപെടലുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നതിന്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് തീർച്ചയായും ഞങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിളുകൾ ഈ വിഷയത്തിൽ പറയാൻ സാധിക്കും. അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ബോധം, ഒരു CCTV ഉള്ള ഏരിയയിൽ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ക്യാമറയുള്ള ഏരിയയിൽ എത്തുമ്പോൾ ഏത് വികൃതി കാണിക്കുന്ന ഡ്രൈവറും ഏത് വേഗത കാണിക്കുന്ന ഡ്രൈവറും അയാളുടെ വാഹനത്തിന്റെ സ്പീഡ് കുറക്കുന്നുണ്ട്. ഇവിടുത്തെ ദുബൈയിലെ വളരെ ശക്തമായ ട്രാഫിക് സംവിധാനത്തിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന ആളുകൾ അവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അവരുടെ യാത്രകൾക്കിടയിൽ സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു നിരീക്ഷണത്തിന്റെ അവസ്ഥയെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഫോൺ സൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് മറ്റൊരാൾ കാണരുത് എന്ന് വിചാരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കാണാൻ കഴിയുന്ന
ഇതെല്ലാം നിരീക്ഷിക്കാൻ കഴിയുന്ന 24 അവേഴ്സ് നമ്മുടെ കാര്യത്തിൽ ഒരു CCTV-യെക്കാളും ശക്തമായി പ്രവർത്തിക്കുന്ന സൃഷ്ടികർത്താവായി ദൈവം ഉണ്ട് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്തെ ബോധവൽക്കരണങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ വഴി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഏത് രാത്രിയിലും ഏത് പകലിലും എന്നെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് എന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് കൈമാറുന്നതോടുകൂടെ തീർച്ചയായും ഈ രംഗത്തെ ഏറ്റവും പരിപൂർണമായ പാസ്വേഡുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആളുകൾ നിരീക്ഷിക്കാറുള്ളത് തീർച്ചയായും ഒരു ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു കോട്ടിംഗ് അത് മനുഷ്യരിൽ മതത്തിന്റെയും ഭാഷയുടെയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്, ഒരു കാര്യമാണ്. ഖുർആൻ പറയുന്നത് യസ്തഗ്ഫൂന മിനന്നാസി വല യസ്തഗ്ഫൂന മിനല്ലാഹ്. നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയും. ഫാനിന്റെ സ്പീഡ് കൂട്ടാം, നിങ്ങൾക്ക് റൂമിന്റെ ലോക്ക് ഇടാം, നിങ്ങൾക്ക് പാസ്വേഡുകൾ കൊടുക്കാം, നിങ്ങൾക്ക് സ്ക്രീൻ മിനിമൈസ് ചെയ്തിടാം. പക്ഷേ വല യസ്തഗ്ഫൂന മിനല്ലാഹ്, ദൈവത്തിൽ നിന്നൊരിക്കലും നിങ്ങൾക്കിത് മറച്ചു വെക്കുക സാധ്യമല്ല എന്ന ഒരു തലം യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആത്മീയമായ തലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്റെ ഒന്നാമത്തെ പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ആത്യന്തിക പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് മനുഷ്യ മനസ്സുകളിൽ ഈ വിഷയത്തിലുള്ള ബോധവൽക്കരണവും പാസ്വേഡ് നിർമ്മാണവും സേഫ് സെർച്ച് കൊടുക്കലും എല്ലാം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ജീഗോ എന്ന ഒരു തിയറി യഥാർത്ഥത്തിൽ ഇന്റർനെറ്റിന്റെ ലോകത്തുണ്ട്. നമ്മൾ ഗുഡ് ഇൻപുട്ട് കൊടുത്താൽ ഗുഡ് ഔട്ട്പുട്ട് ലഭിക്കുന്ന, ഗ്രാബേജ് ഇൻപുട്ട് കൊടുത്താൽ ഗ്രാബേജ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്റർനെറ്റ്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യന്റെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ വളർച്ചക്കനുസരിച്ച് ഹോർമോണുകളുടെ വികാസവും ശാരീരിക ഘടനയുടെ മാറ്റങ്ങളും ഒന്നും ഒരിക്കലും കാണാതെ പോകാൻ കഴിയുകയില്ല. മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ് വെള്ളം കുടിക്കുക, ദാഹിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുക, വിശക്കുമ്പോൾ എന്നതൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ മറ്റൊരു മെയിലാണെങ്കിൽ ഫീമെയിലിലേക്കുള്ള ആകർഷണം. ഇതുപോലത്തെ കാര്യങ്ങൾ അത്തരം ഒരു പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. ആ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമായി വരുന്ന വിഷയത്തെ നിയമത്തിന്റെ നൂലാമാലകൾക്കുള്ളിൽ കെട്ടിക്കുടുക്കിയത് കൊണ്ട് മാത്രം ഒരിക്കലും നിയന്ത്രിക്കുക സാധ്യമല്ല. അവിടെയുള്ള ചില പരിഹാരങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് വീടിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ആസ്വാദികരമായി അനുഭവപ്പെടാത്ത പ്രതിസന്ധികളുണ്ട്. പാരന്റ്സ് അവരെല്ലാവരും അവരുടെ ലോകത്താണ്. പലരും പാരന്റ്സ് എല്ലാവരും ഒഫീഷ്യൽസും അതേപോലെ തന്നെ വലിയ തിരക്കുകളുള്ള ആളുകളും ഒക്കെ ആകുമ്പോൾ മക്കളെ കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ ദുബൈയിലെ വ്യത്യസ്തമായ മോളുകളിലൂടെയും മറ്റുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയപ്പോൾ കണ്ട വളരെ വേദനാജനകമായ കാഴ്ച, കുട്ടികളെല്ലാം ഇങ്ങനെ മുമ്പ് പലപ്പോഴും ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയിരുന്നത് എന്താ ഇവിടുത്തെ വേസ്റ്റും അല്ലാത്ത കാര്യങ്ങളായിരുന്നു. കുട്ടികളെ ഉന്തുവണ്ടിയിലിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അതിന്റെ പ്രായോഗിക തലത്തെ നിരാകരിക്കുകയല്ല, നേരെ മറിച്ച് അങ്ങനത്തെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പ്രായോഗിക തലത്തിൽ അത് ആവശ്യമാണ്. കുട്ടിന്റെ ചുണ്ടിൽ അവൻ കരയാതിരിക്കാനുള്ള മെറ്റീരിയലുകളും ഘടിപ്പിച്ചതിന്റെ ശേഷം മോളുകളിലൂടെ കളിചിരി വർത്തമാനങ്ങൾ നടത്തി നടന്നു പോകുന്ന പാരന്റ്സ് യഥാർത്ഥത്തിൽ മനുഷ്യ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് ദൈവം ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആസ്വാദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉന്മാദം എന്ന് പറയുന്നത്, ആവേശം എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ അവന് പലപ്പോഴും ഇത്തരം ഒരു ആസ്വാദനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒന്നും തലങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ രണ്ടാമത്തത്, ഇത്തരം വഴിതെറ്റിയ യാത്രകൾക്ക് അവന്റെ ബ്രെയിൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് തീർച്ചയായും അടുത്ത തലമുറയെ ഏറ്റവും ശക്തമായ ആഘാതങ്ങളിലേക്ക് എത്തിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ എന്റെ ചുരുങ്ങിയ പഠനം അനുസരിച്ച് എന്റെ ശ്രോതാക്കളിൽ ഇവിടുത്തെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും എല്ലാം ഉണ്ട്. കുട്ടികൾക്കിടയിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി ഘടകത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആൾ എന്ന നിലക്ക് ഞങ്ങൾക്കിടയിൽ ഇത്തരം വിഷയങ്ങളിൽ നടത്തിയ ചില പഠനങ്ങളുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു പ്രത്യേക പ്രായത്തിൽ സ്രവിക്കപ്പെടുന്ന ചില ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകളെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ആ ഹോർമോണിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ആക്രമണ വാസനയാണ്. രണ്ടാമത്തത് ലൈംഗിക രംഗത്തെ മനുഷ്യന്റെ അതിശക്തമായ ഉത്തേജനങ്ങളാണ്. ഈ ലൈംഗിക രംഗത്ത് അതിശക്തമായ ഉത്തേജനങ്ങൾ അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആക്രമണ ഭാവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്.
ഇവിടെ ലൈംഗിക രംഗത്തേക്ക് ചുരുങ്ങുക എന്നതാണ് ആക്രമണ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യന്റെ ബുദ്ധി മനുഷ്യനോട് നിർദ്ദേശിക്കുന്നത്. അതിൽ തന്നെ പലപ്പോഴും വിശുദ്ധവും അവിശുദ്ധവുമായ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്ന തലത്തിലേക്ക് മനസ്സിനെ പരിവർത്തിപ്പിക്കുന്നിടത്താണ് തീർച്ചയായും ആ ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന അവസ്ഥകളിൽ നിന്നുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിന്റ്, ഈ ഹോർമോണിനെ സജീവമാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന കുറെ രംഗങ്ങൾ ഇവിടെ ഉണ്ട്. അത് അവിടെയാണ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പുതിയ നയങ്ങളും അല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ പുതിയ ഇടപെടലുമൊക്കെ വളരെ തെറ്റായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നിടത്തേക്ക് പോകേണ്ടി വരുന്നത്. മനുഷ്യനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കുറെ കാഴ്ചകളുണ്ട്, കുറെ വരികളുണ്ട്, കുറെ ചിത്രങ്ങളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യൽ ഏതർത്ഥത്തിലും നിർബന്ധമാണ്. ഇവിടെ സാഹിത്യത്തിന്റെ പേരിൽ ഉള്ള ഇടപെടലിന്റെ അപ്പുറത്ത് മനുഷ്യൻ എന്ന സംസ്കാര സമ്പന്നനായ ഒരു ജീവിയുടെ നിലനിൽപ്പും യഥാർത്ഥത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ ഖുർആനിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ രംഗത്തെ നിയന്ത്രിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ച മാർഗം കാഴ്ചയെ നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുക എന്നുള്ളതാണ്. കണ്ണ് നൽകുന്ന മെറ്റീരിയൽ മനുഷ്യന്റെ ന്യൂറോണുകളിലെത്തി. തലച്ചോറിലെ ന്യൂറോൺ എന്നത് മനുഷ്യന് സെൻസ് കൊടുക്കുന്ന കാര്യമാണ്. ഈ കണ്ണൊരു ഡാറ്റ കൊടുക്കുന്നു, ആ ഡാറ്റ ചിത്രീകരിച്ച് നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ന്യൂറോണാണ്. സ്വാഭാവികമായും ആ ഒരു കാഴ്ചയുടെ ലോകത്ത് നമ്മൾ നിയന്ത്രണം വെക്കുന്നതോടുകൂടെ ജീവിതത്തിൽ ഉള്ള നിരന്തരം ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു പോയിന്റ് കൂടി ഞാൻ ചേർത്ത് വെക്കുന്നു. നമ്മുടെ കുട്ടികളെ അവരെ ഒറ്റയ്ക്ക് ഉള്ള അവരെ തനിച്ചാക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. അവരെ നന്മയുടെ കൂട്ടായ്മകളിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണം. പാരന്റ്സിന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും, കഴിഞ്ഞ 40 വർഷം കേരളത്തിന്റെ പുറത്തുള്ള ക്യാമ്പസുകളിലൊക്കെ വളരെ ശക്തമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫ്കോൺ എന്ന ഒരു സംവിധാനം ഓർഗനൈസ് ചെയ്തപ്പോൾ അതിന് സമൂഹത്തിൽ പാരന്റ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയത് വലിയ സപ്പോർട്ടായിരുന്നു. കാരണം വേറെ ആരും കൊടുക്കാത്ത ഒരു മെസ്സേജ് ഞങ്ങൾ കൊടുക്കുന്നു. ആ മെസ്സേജ് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓർമ്മപ്പെടുത്തുന്നു. വാടാ, നമുക്ക് പാർക്കിലേക്ക് പോകാം, നമുക്ക് ഒരു പെഗ് അടിക്കാം എന്ന് പറയുന്ന കൂട്ടുകാരന് പകരം നമുക്ക് നന്മയിൽ ഒന്നിച്ചു ചേരാം എന്ന് പറയുന്ന കൂട്ടായ്മകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായി ഭവിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം കൂടി ചുരുക്കത്തിൽ, അതായത് ഇപ്പൊ കാഴ്ചയുടെ പ്രശ്നമാണ് പറഞ്ഞത്, വായനയുടെ പ്രശ്നമുണ്ട്, കേൾവിയുടെ പ്രശ്നമുണ്ട്. ഇതിനെല്ലാം താങ്കൾ പറയുന്ന ഈ പ്രതിരോധമാണോ മാർഗം? തീർച്ചയായും എല്ലാറ്റിനുമുള്ള അതിശക്തമായ പ്രതിരോധം ഇത് മാത്രമാണ്. കാരണം കേൾവിയാണെങ്കിലും കാഴ്ചയാണെങ്കിലും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊടുക്കുന്ന ഏത് തലമാണെങ്കിലും ആ തലങ്ങൾ അല്ല, കൈയല്ല യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നത്, കണ്ണല്ല യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നത്, മൂക്കല്ല യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ സ്വീകരിച്ച് ആ ഡാറ്റ എത്തിപ്പെടുന്ന മനസ്സാണ്. സ്വാഭാവികമായും പരിഹാരത്തിന്റെ പൂട്ടിടേണ്ടത് മനസ്സിനാണ്. മനസ്സിന് പരിഹാരത്തിന്റെ പൂട്ടിട്ടാൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിന് എനിക്ക് ഇവിടെ സമയമുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇത് വേവലാതിയോടുകൂടെ കേൾക്കുന്ന പാരന്റ്സിനോട് പറയാൻ കഴിയും. ഈ ദുബായിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളുടെ വിഷയത്തിലുള്ള പരിഹാരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഡിസ്കഷനുകളിലും ഞങ്ങൾ ഇതിന്റെ പരിഹാരങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പരിഹാരങ്ങളിലേക്ക് വരൽ മാത്രമാണ് നമുക്കുള്ള രക്ഷാമാർഗം. അല്ലാതെ മറ്റെന്ത് പരിഹാരങ്ങൾ എടുത്താലും ഇവിടുത്തെ ഹാക്കിംഗ് എന്ന ഒരു സർവ്വസാധാരണമായ അവസ്ഥ അത് ഒരു സോഫ്റ്റ്വെയറിലല്ല സംഭവിക്കുന്നത്, മറിച്ച് മനസ്സ് പലതിനെയും ഹാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ അടുത്ത തുരുത്തുകൾ തേടുമെന്നത് ഉറപ്പാണ്. വളരെ നന്ദിയുണ്ട്. വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തിൽ താങ്കളുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ്. സോഷ്യൽ മീഡിയകളെ വിവേചന ബോധത്തോടെ എങ്ങനെ സമീപിക്കണം, ഇതേക്കുറിച്ച് ആത്മീയമായ തലത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഉണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ നമ്മുടെ മുന്നിലേക്ക് കടന്നുവരുന്ന, പ്രത്യേകിച്ച് നെറ്റിലൂടെ കടന്നുവരുന്ന ഈ മോശം സൈറ്റുകളെ നിരോധിക്കുക പ്രായോഗികമല്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന, അത് 20 കോടിയിലധികം മോശമായ സൈറ്റുകൾ ഇങ്ങനെ നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നു എന്നാണ്. ഇത് കുട്ടികൾ എളുപ്പത്തിൽ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു ചെറിയ നിഷ്കളങ്കമായ ഒരു ഗെയിമിലേക്ക് പോകുന്ന കുട്ടി പിന്നെ ചെല്ലുന്നത് വളരെ മോശമായ അവസ്ഥയിലേക്കായിരിക്കും. അതുകൊണ്ട് ചെറുതിലെ ഇത്തരം ശീലങ്ങൾ ആർജിക്കുമ്പോൾ
ഇത്തരം ശീലങ്ങളാണ് വലിയ വലിയ ക്രിമിനലുകളെ വാർത്തെടുക്കുന്നത്, ലൈംഗിക അതിക്രമികളെ വാർത്തെടുക്കുന്നത്. അതൊരു ഘടകമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒന്നിനെയും നിയന്ത്രിക്കാൻ കഴിയില്ലാത്ത ഒരു സന്ദർഭത്തിൽ നിയമം കൊണ്ട് നേരിടാൻ പറ്റുമോ? നേരത്തെ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ച ആത്മീയമായ ഇടപെടലിനെ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? ഇങ്ങനെ വളരെ സജീവമായ ചർച്ചകൾ നടക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് ടോപ്പ് സ്റ്റോറീസ് കരുതുന്നു.